ടോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് ആലുവക്കടുത്തുള്ളൊരു വില്ല പ്രോജക്റ്റാണ്. അപ്പോൾ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീട് വരുന്നത് ആലുവ കാർമ ഹോസ്പിറ്റലിൽ നിന്ന് 2 കിലോമീറ്റർ ഡിസ്റ്റൻസും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 4 കിലോമീറ്റർ ഡിസ്റ്റൻസുമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വീട് കേട്ടോ. ഗേറ്റ് വരുന്നത് സ്ക്വയർ ട്യൂബിൽ നല്ല നീളത്തിൽ തന്നെയാണ് വരുന്നത്. നല്ല അടിപൊളി ഒരു കാർ പോർച്ച് കിട്ടുന്നുണ്ട്. മുറ്റം മുഴുവനും കടപ്പക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുറ്റത്തിൻ്റെ ആ ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ക്ലാഡിംഗ് സ്റ്റോണും കൊടുത്തിട്ടുണ്ട്. ഇതേ പെബിൾസ് എല്ലാം ഗാർഡനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ സൈഡിലായിട്ട് ബേബിൻ്റിലിട്ട് ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫില്ല് ചെയ്തിട്ടുണ്ടേ. പില്ലറിൽ ഒരു ടെസ്റ്റ് വർക്ക് കൊടുത്താണ്. ഡോറെല്ലാം വന്നേക്കണത് ആഞ്ഞിലും മഹാഗണിയാണ് കേട്ടോ. നമ്മൾ നേരെ നല്ലൊരു ലിവിങ് റൂമിലേക്കാണ് എത്തിപ്പെടുന്നത് കേട്ടോ. സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടേ. പിന്നെ അത് നല്ലൊരു ടി വി യൂണിറ്റ് ഏരിയ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി പോകുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. കാണുന്ന പോലെ തന്നെ ഭംഗിയായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡൈനിങ് ഹാളാണ് ഇത്. ഇവിടെ ആയിട്ടൊരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിരിക്കുന്നു. പിന്നെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സ്ക്വയർ ടൈപ്പിൽ ഭംഗിയുള്ള ഒരു സെറയുടെ വാഷ് ബേസിൻ. പിന്നെ ഒരു LED ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ടൈലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ടെക്സ്റ്ററിൻ്റെ ഡിസൈൻ വരുന്നത്. പിന്നെ സ്റ്റോറേജ് സ്പേസും ഇൻവെർട്ടർ ഏരിയയും ഈ സ്റ്റെയറിൻ്റെ താഴെയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് കിച്ചണിലേക്കാണ്. ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫാൻസി ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. കബോർഡ് വർക്കെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒരു വൈറ്റ് കളറിലാണ് ടോപ്പ് വരുന്നത്. വർക്കേരിയയ്ക്കുള്ള സ്ഥലം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ബെഡ്റൂമിലേക്കാണ്. വളരെ ഭംഗിയായി സെറ്റ് ചെയ്തേക്കുന്ന ഒരു ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഒരു വലിയ വാർഡ്രോബ് തന്നെ കാണാൻ പറ്റും. ഡ്രസ്സിംഗ് ടേബിളും മിററും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാത്റൂം കാണുമ്പോൾ സെറയുടെയും ജാഗറിൻ്റെയും ഫിറ്റിങ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പണി ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഐറ്റംസ് ഇവിടെ എല്ലാം കാണാൻ പറ്റുന്നു. നമ്മൾ നേരെ 1ാം നിലയിലേക്കാണ് പോകുന്നത്. വുഡൻ പാനലിൻ്റെ കൈവരികളാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ലിവിങ് റൂമിലേക്കാട്ടോ നമ്മൾ എത്തിപ്പെടുന്നത്. നമ്മൾ ഫാൻസി ലൈറ്റിൻ്റെ സെറ്റിങ്സ് എല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ടി വി യൂണിറ്റ് ഏരിയ കൊടുത്തിരിക്കുന്നു. ഇവിടെയും ഒരു വലിപ്പത്തിലുള്ള ടി വി യൂണിറ്റ് ഏരിയ തന്നെ കേട്ടോ കൊടുത്തിരിക്കുന്നത്.
നമ്മളിനി ബെഡ്റൂമിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടെയും ബെഡ്റൂം ഭംഗിയായി സെറ്റ് ചെയ്തിരിക്കുന്നു. വലിയൊരു വാർഡ്രോബ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ബാത്റൂം ജാഗറും സെറയുടെ ഫിറ്റിങ്സ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണുന്നത് കേട്ടോ. ഇവിടെ ഈ ഭാഗത്തായിട്ട് വലിയ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അവിടെയും ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്. പിന്നെ ബാത്റൂമിലേക്ക് ഉള്ള എൻട്രൻസിലേക്കിൻ്റെ ഭാഗത്ത് ഒരു എക്സ്ട്രാ ടേബിളും വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതവിടെയും ഡ്രസ്സിംഗ് ടേബിൾ ആക്കാം. ബാത്റൂം കണ്ടോ, നല്ല നീളത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ കാണാൻ കഴിയുക. നമ്മൾ യൂട്ടിലിറ്റി റൂമാണ് ഇപ്പോൾ ഇനി കാണുന്നത് കേട്ടോ. ഒരു സെമി കവേർഡ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ ആണ്. മേളിലുള്ള സ്റ്റെയറിലേക്ക് ഇവിടെ നിന്നാണ് നമുക്ക് പാസേജ് വരുന്നത്. വാഷിംഗ് മെഷീനുള്ള സെറ്റിങ്സും ഇൻലെറ്റ് ഔട്ട്ലെറ്റും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ ബാൽക്കണിയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ വീട് വന്നിട്ട് 3.8 സെൻറ്റാണ്. 1850 സ്ക്വയർ ഫീറ്റിൽ 3 ബീച്ചൊക്കെ ആയിട്ടുള്ള വീടാണ്. ബിൽഡർ ചോദിക്കുന്ന വില 72 ലക്ഷം രൂപയാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.